നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ വിത്ത് മോർ ദാൻ 2 വേരിയബിൾസ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സും വൈയും ഇസഡും വരുന്നത്. സെയിം നമ്മൾ എക്സും വൈയും വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നത് കണക്ക് തന്നെ ഇപ്പം എക്സ് വൈ ഇസഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് എക്സ് ചെയ്യുക, എഫ് വൈ ചെയ്യുക, എഫ് ഇസഡ് ചെയ്യുക. സെയിം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്. എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇസഡ് റേസ് ടു 4 ആണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ സ്ക്വയറും ഇസഡ് സ്ക്വയറും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു n-1 ആണ്. അങ്ങനെയാണ് 3x സ്ക്വയർ വരുന്നത്. പ്ലസ് 2xyയുടെ ഡെറിവേറ്റീവ് എന്താ? 2ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. ആകെയുള്ളത് എക്സ് മാത്രം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ 2y മാത്രമേ വരുള്ളൂ. ഇസഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ. സോ ഡെറിവേറ്റീവ് 0. സോ ആൻസർ 3x സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റേസ് ടു 4 + 2y എന്ന് വരും. ഒന്ന് സോർട്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബും ഇസഡ് റേസ് ടു 4ഉം കോൺസ്റ്റൻ്റ് ആണ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2y എന്ന് വരും. സോ അതിനെ സോർട്ട് ചെയ്ത് എഴുതുമ്പോൾ 2x ക്യൂബ് വൈ ഇസഡ് റേസ് ടു 4. നെക്സ്റ്റ് 2xy ചെയ്യുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ 2x കോൺസ്റ്റൻറ്റും വൈ വേരിയബിളും ആണ്. ആ കോൺസ്റ്റൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസറായിട്ട് നമ്മൾ എഴുതുന്നത്. സോ ഇങ്ങനെയാണ് എഫ് വൈ കിട്ടുന്നത്. സെയിം നമ്മൾ എഫ് ഇസഡ് ചെയ്യുക. എഫ് ഇസഡ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ക്യൂബും വൈ സ്ക്വയറും ആണ് കോൺസ്റ്റൻറ്റ്. ഇസഡ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 4z ക്യൂബ്. നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ ചെയ്യുന്ന കണക്ക് തന്നെ എക്സിന് പകരം ഇസഡ് വന്നു എന്നേ ഉള്ളൂ. അതുപോലെ 2xy എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഒരു വേരിയബിളും അതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ് 2xy എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. അങ്ങനെയാണ് എഫ് ഇസഡ് വരുന്നത്. സോ 3 വേരിയബിൾ വരുമ്പോൾ സെയിം നമ്മൾ എക്സും വൈ വെച്ച് ചെയ്യുന്ന കണക്ക് തന്നെ. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് യു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് സൈൻ 2x ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് സൈൻ 2y ഡോ യു ബൈ ഡോ വൈ പ്ലസ് സൈൻ 2z ഡോ യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫങ്ഷൻ ഇതാണ്. നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ്. സോ നമുക്ക് അത് മൂന്നും ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഡോ യു ബൈ ഡോ എക്സ്, ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് 1/x ആണ്. സോ ലോഗ് എക്സിന് പകരം ഇത്രയും ഫംഗ്ഷൻ വന്നു. സോ 1/xന് പകരം ആ ഫംഗ്ഷൻ ഇത്രയും വരും. ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അകത്തുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് എഴുതുന്ന കണക്ക് ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡിനെ 1/tan x പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് എഴുതിയിട്ടുണ്ട്. ഇനി ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നത്. സോ ടാൻ എക്സ് ടാൻ വൈ ടാൻ ഇസഡ്. ഇവിടെയും എക്സിൻ്റെ വേരിയബിൾ ഇല്ല, ഇവിടെ എക്സിൻ്റെ വേരിയബിൾ ഇല്ല. സോ ടാൻ എക്സ് മാത്രമേ ഉള്ളൂ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ഫോം വരുന്നത്. നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് അല്ല വേണ്ടുന്നത്, സൈൻ 2x ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ 2x ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ സൈൻ 2x ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റെപ്പിൽ എന്ത് വരും? സൈൻ 2x ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. സൈൻ 2xന് 3 ഫോമുലാസാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒരു ഫോമുലയാണ് 2 sin x cos x. നെക്സ്റ്റ് സീക്ക് സ്ക്വയർ എക്സിനെ 1/cos സ്ക്വയർ എക്സ് എന്ന് എഴുതി. സീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് 1/cos സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. അതുപോലെ കോസ് സ്ക്വയർ എക്സിനെ 1/sec സ്ക്വയർ എക്സ് എന്നും എഴുതാം. അങ്ങനെയാണ് അത് തമ്മിലുള്ള റിലേഷൻ. ഈ 2 ഫോമുലാസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഫോമുലാസ് ഉണ്ട്. ആ ഫോമുലാസ് പഠിച്ചിട്ട് പോകണം. സൈൻ 2x കോസ് 2x ടാൻ 2xനൊക്കെ കുറച്ച് ഫോമുലാസ് ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോവാം. സോ ഇങ്ങനത്തെ പ്രോബ്ലം വരുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ സൈൻ 2xൻ്റെ ഫോമുലയും സീക്ക് സ്ക്വയർ എക്സിനെ നമ്മൾ 1/cos സ്ക്വയർ എക്സ് എന്നും എഴുതി.
ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, താഴെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും കട്ടാവും, 1/cos x എന്നാവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെയാവും, 2 ഉണ്ട്, ഇവിടെ സൈൻ എക്സ് മാത്രമുള്ള സൈൻ എക്സ് ഞാൻ ഇവിടെ എഴുതി. കോസ് സ്ക്വയർ എക്സിൽ സ്ക്വയർ കട്ടാകുമ്പോൾ കോസ് എക്സ് ഉണ്ട്, ബാക്കി ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. എന്തിനാണ് ഞാനിവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാക്കി എഴുതിയെന്ന് വെച്ചാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടാൻ എക്സ് ആണ്. സോ 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ് എന്ന് വരും. സോ ഇതിന് ഞാനൊരു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേം സൈൻ 2x ഡു യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടേം സൈൻ 2y ഡു യു ബൈ ഡോ വൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡോ യു ബൈ ഡോ വൈ ചെയ്യണം. സെയിം നേരത്തെ കണക്ക് തന്നെ വൈക്ക് പകരം അല്ല എക്സിന് പകരം വൈ വന്നതേ ഉള്ളൂ. സെയിം അതേ രീതിയിൽ തന്നെ കിട്ടും. ഇവിടെ എക്സിന് പകരം വൈ വരും, സീക്ക് സ്ക്വയർ വൈ. സൈൻ 2y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ വന്ന അതേ ടേമിൽ എക്സിന് പകരം വൈ വരും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അടുത്തത് സൈൻ 2z ഡോ യു ബൈ ഡോ എക്സ് ആണ് ചെയ്യേണ്ടത്, അവിടെ വൈക്ക് പകരം ഇസഡ് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ 3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് LHS എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇതിൻ്റെ സമ്മ സൈൻ 2x ഡോ യു ബൈ ഡോ എക്സ്, സൈൻ 2y ഡോ യു ബൈ ഡോ വൈ, സൈൻ 2z ഡോ യു ബൈ ഡോ ഇസഡ്. സോ LHS അതേ കണക്ക് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 2 tan x by tan x plus tan y plus tan z, 2 tan y by tan x plus tan y plus tan z, 2 tan z by tan x plus tan y plus tan z. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. സോ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. ന്യൂമറേറ്റേഴ്സ് എല്ലാം ആഡ് ആകുമ്പോൾ 2 കോമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ tan x tan y tan z എന്ന് വരും. സോ താഴെയും tan x plus tan y plus tan z ഉണ്ട്, ഇതും തമ്മിൽ കട്ടായി പോകും. പിന്നെ ആകെ എന്തേ ഉള്ളൂ, 2. സോ 2 ആണ്, അത് തന്നെയല്ലേ RHS. സോ ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് പ്രൂവ് ചെയ്യാനൊക്കെയാണ് ഡെറിവേറ്റീവിൽ ചോദിക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ for the function y square plus xz minus yz is equal to 0. അതായത് നേരത്തെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ ഇസഡ് എന്നൊക്കെയായിരുന്നു തരുന്നത്. എന്നിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം വൈ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, 0 ആകും. ഇനി അടുത്ത ടേം എക്സ് ഇസഡ് എടുക്കുമ്പോഴത്തേക്കും എക്സും ഇസഡും ഫങ്ഷൻസ് ആണ്. നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ ഇസഡിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ അത് കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഇസഡും ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ എക്സും ഇസഡും ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് റൂളായിരിക്കും എടുക്കുന്നത്, പ്രോഡക്റ്റ് റൂൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഡെറിവേറ്റീവ് അറിയത്തില്ലല്ലോ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. അതുപോലെ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ്, സെക്കൻഡ് ഇസഡ് അല്ലേ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ഇസഡ് എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ഇസഡ്. ഇവിടെ ഇസഡ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് വന്നത്. ഓക്കെ, അപ്പോൾ ആ ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് മൈനസ് വൈ ഇസഡ് ആണ്. അതും നമ്മൾ നേരത്തെ ചെയ്താണത്. മൈനസ് വൈ ഇസഡ് എന്ന് പറയുന്നത് എന്താ, ഇസഡ് ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ വരുവാണെങ്കിൽ എന്താ വരുന്നത്, കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തെടുക്കും. മൈനസ് വൈ നമ്മൾ പുറത്തെടുത്തു. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അതാണ് മൈനസ് വൈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വന്നത്. ഇസ് ഈക്വൽ ടു 0. സീറോയുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇസഡും ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും നമുക്ക് സ്റ്റെപ്പിൽ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടുന്നത് എന്താ, ഡോ ഇസഡ്
ബൈ ഡോ എക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ അതല്ലാത്തതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉള്ള ടേംസിനെ ലെഫ്റ്റ് സൈഡിലും ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇല്ലാത്തതിനെല്ലാം ഇപ്പുറത്തും കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ഇസഡ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഇസഡ് ആവും. സോ രണ്ടിലും ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉണ്ട്, അതിനെ കോമൺ എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ എന്ന് വരും, ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ്. അപ്പോൾ ഒരു സൈഡിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എഴുതിയാൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ ആൻസർ -3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് വരും. ഇത്രയും ചെയ്താൽ മതി. വേണമെങ്കിൽ മൈനസ് താഴത്തെ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ മുകളിലത്തെ മൈനസുമായിട്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെ ആയാലും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് അതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത് എന്താണ്, ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും വൈ സ്ക്വയർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിടക്കുന്ന ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y എന്ന് വരും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ കിടക്കുന്നത് എക്സ് ഇസഡ് ആണ്. എക്സ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോഴത്തേക്കും. സോ എന്ത് വരും, എക്സ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു ഇസഡ് ഒരു ഫംഗ്ഷൻ ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് വരും. അടുത്ത എന്താ ടേം, ലാസ്റ്റത്തെ ടേം എന്താണ്, എക്സ് ഇസഡ് കഴിഞ്ഞു മൈനസ് വൈ ഇസഡ്. വൈയും ഒരു ടേമാണ്, ഇസഡും ഒരു ടേമാണ്. സോ വൈനെ നമ്മൾ പുറത്തെടുത്തിട്ട് വൈ ഇൻറ്റു ഇസഡിന് നമ്മൾ എന്ത് കൊടുക്കുക, പ്രോഡക്റ്റ് റൂള് കൊടുക്കുകയാണ്. സോ മൈനസിന് പുറത്തെടുത്തു, വൈ ഇസഡിന് നമ്മൾ പ്രോഡക്റ്റ് റൂള് കൊടുക്കുകയാണ്. അപ്പോൾ വൈ ഇസഡ് ആണ് പ്രോഡക്റ്റ് റൂള്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ആൻസർ എന്താണ് വരുന്നത്, y ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ പ്ലസ് ഇസഡ് എന്ന് വരും. സോ മൈനസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇസഡ് മൈനസ് വൈ ഡോ ഇസഡ് ബൈ ഡോ വൈ പ്ലസ് മൈനസ് ആകുമ്പോഴത്തേക്കും മൈനസ് ഇസഡ് എന്ന് വരും. അതിനെ നമ്മൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഡോ ഇസഡ് ബൈ ഡോ വൈ ഉള്ളതിനെ ടേംസിനെ ലെഫ്റ്റ് സൈഡിലും ബാക്കി എല്ലാത്തിനെയും റൈറ്റ് സൈഡിലും കൊണ്ടുവന്നു. സോ കോമൺ എടുത്തു, നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ എക്സ് മൈനസ് വൈ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ആവും. സോ ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു.